നമസ്കാരം. കേരളം ചുട്ടുപൊള്ളുന്നു. സംസ്ഥാനത്ത് വേനൽ ചൂട് അതികഠിനമാകുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ റിപ്പോർട്ട് പ്രകാരം വരും ദിവസങ്ങളിൽ ഭൂരിഭാഗം ജില്ലകളിലും ഉയർന്ന താപനില തുടരും. ചിലയിടങ്ങളിൽ ഉഷ്ണതരംഗത്തിന് സമാനമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. 19 വരെ ജാഗ്രത തുടരണമെന്ന് നിർദ്ദേശമുണ്ട്. ഇടുക്കി, വയനാട് ഒഴികെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. ഈ ജില്ലകളിൽ താപനില 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാനും സാധ്യതയുണ്ട്. പാലക്കാട് 40 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയർന്നേക്കാമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. ഏപ്രിൽ അവസാന വാരത്തോടുകൂടി വേനൽ മഴ ശക്തമാകുമെന്നുമാണ് വിലയിരുത്തൽ. ഏപ്രിൽ അവസാന വാരത്തോടുകൂടി വേനൽ മഴ ശക്തമായേക്കും. വടക്കൻ കർണാടകത്തിനും മഹാരാഷ്ട്രയ്ക്കും മുകളിൽ നിലനിന്നിരുന്ന എതിർ ചക്രവാതമാണ് ഈ ദിവസങ്ങളിൽ താപനില ഇത്രത്തോളം ഉയരാൻ കാരണമായത്. ഇതുകാരണമാണ് രാത്രിയിൽ പോലും ചൂട് കൂടുതലായി അനുഭവപ്പെട്ടതിന് കാരണം. ഇത് ഇടിമേഘങ്ങൾ ഉണ്ടാകുന്നതിന് തടസ്സമായിരുന്നു. ഇതുകൊണ്ടാണ് മഴയും കാര്യമായി കിട്ടാതിരുന്നത്. ഇന്നതോടുകൂടി ഈ പ്രതിചക്രവാതം ദുർബലമാകും. ഇത് അന്തരീക്ഷം കുറച്ച് തണുക്കാൻ സഹായിക്കും. ഉച്ചയ്ക്ക് ശേഷം മഴ കിട്ടാനും സഹായകമാകും. ഇതോടെ താപനില അല്പം കുറയുകയും ചെയ്യും. അതേസമയം അടുത്ത 3 മണിക്കൂറിൽ ആലപ്പുഴ ജില്ലയിലെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സംസ്ഥാനത്ത് വേനൽ മഴയിൽ 60% കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ ലഭിക്കേണ്ട മഴയിലെ ഈ കുറവാണ് കടുത്ത ചൂടിന് കാരണം. ഇതിനൊപ്പം അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വരണ്ട ഉഷ്ണക്കാറ്റ് കൂടി എത്തുന്നതിനാൽ സംസ്ഥാനം അസാധാരണമായ ചൂടിലേക്ക് നീങ്ങുകയായിരുന്നു. ഈ സീസണിൽ ലഭിക്കേണ്ട മിന്നലോട് കൂടിയ മഴ പല ജില്ലകളിലും ഇത്തവണ നാമമാത്രമായി ചുരുങ്ങി. വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ടെങ്കിലും അത് ചൂടിന് ശമനം നൽകാൻ പര്യാപ്തമാകുമോ എന്നതിൽ വ്യക്തതയില്ല. അറബിക്കടലിൽ നിന്നുള്ള ഈർപ്പമുള്ള കാറ്റിന് പകരം വരണ്ട കാറ്റ് ശക്തമായതാണ് ചൂട് വർദ്ധിക്കാനുള്ള മറ്റൊരു കാരണം. സംസ്ഥാനത്ത് ഓരോ ദിവസവും വേനൽ ചൂട് അസഹനീയമാണ്. ഉച്ചയ്ക്ക് 12 മുതൽ 1 മണി വരെയാണ് ചൂട് കൂടുതലെന്നാണ് പലരും കരുതുന്നത്. എന്നാൽ ഉച്ചയ്ക്ക് 2 മണിക്കും 3 മണിക്കും ഇടയിലാണ് ഏറ്റവും ഉയർന്ന താപനില അനുഭവപ്പെടുന്നതെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ വ്യക്തമാക്കുന്നു. ഈ സമയത്താണ് അന്തരീക്ഷവും ഭൂമിയും കൂടുതൽ ചൂടാകുന്നത്. കടുത്ത ചൂട് അനുഭവപ്പെടുമ്പോഴും 2024 കൊടും ചൂട് നേരിട്ടവരാണ് മലയാളികളെന്നും കാലാവസ്ഥാ വകുപ്പ് ഓർമ്മിപ്പിക്കുന്നു. അന്ന് ഏപ്രിൽ 27-ന് പാലക്കാട് താപനില 41.9 ഡിഗ്രി സെൽഷ്യസ് കടന്നിരുന്നു. 1951 ശേഷം 72 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ ചൂടാണ് അന്ന് രേഖപ്പെടുത്തിയത്. വർദ്ധിച്ചു വരുന്ന ചൂടിനും ഈർപ്പത്തിനുമൊപ്പം അൾട്രാവയലറ്റ് ഇൻഡെക്സ് ഉയരുന്നത് സൂര്യാഘാതം, വെയിലേറ്റുള്ള പൊള്ളൽ, നിർജ്ജലീകരണം എന്നിവയ്ക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. കൊല്ലം ജില്ലയിൽ 39 ഡിഗ്രി സെൽഷ്യസ് വരെയും കോട്ടയം ജില്ലയിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയർന്നേക്കും. ആലപ്പുഴ, പത്തനംതിട്ട, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരം ജില്ലയിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാനും സാധ്യതയുണ്ട്. മിക്ക ജില്ലകളിലും സാധാരണയേക്കാൾ 2 ഡിഗ്രി സെൽഷ്യസ് മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് കൂടാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ വിലയിരുത്തൽ. ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം മലയോര മേഖലകളിൽ ഒഴികെ ഇന്നും ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട്. നിർമ്മാണ തൊഴിലാളികൾ, കർഷകർ, ഡെലിവറി ജീവനക്കാർ തുടങ്ങിയ പുറം ജോലികളിൽ ഏർപ്പെടുന്നവർ ജോലി സമയം ക്രമീകരിക്കാനും ആവശ്യത്തിന് വിശ്രമവേളകൾ എടുക്കാനും അധികൃതർ നിർദ്ദേശം നൽകുന്നുണ്ട്. അമിതമായ ചൂട് കാരണം കമ്പോളങ്ങൾ, കെട്ടിടങ്ങൾ, മാലിന്യ സംസ്കരണ കേന്ദ്രങ്ങൾ, വനമേഖലകൾ എന്നിവിടങ്ങളിൽ തീപിടുത്തത്തിനുള്ള സാധ്യത വർദ്ധിക്കുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. വനമേഖലയോട് ചേർന്ന് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. കാലാവസ്ഥാ വകുപ്പും ദുരന്ത നിവാരണ അതോറിറ്റിയും നൽകുന്ന ഔദ്യോഗിക നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും കടുത്ത ചൂട് മൂലമുള്ള ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടാൽ ഉടൻ തന്നെ വൈദ്യസഹായം തേടണമെന്നും അധികൃതർ ജനങ്ങളോട് നിർദ്ദേശിച്ചു.